പോലീസിനെതിരെയുള്ള ആരോപണത്തിൽ സർക്കാർ മൗനിഭാവ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആരൊക്കെയാണ് പുഴുക്കുത്തുകളെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സർക്കാർ മൗനിഭാവ ആയിരിക്കുകയാണെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സർക്കാർ മറുപടി പറയണം, ആരൊക്കെയാണ് പുഴുക്കുത്തുകളെന്നും സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയുമായി മുന്നോട്ടു പോകരുത്. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചത് ക്രൂരമായാണ്. ഇവർ ഇനി ജീവിക്കരുതെന്ന മട്ടിൽ പോലീസ് പ്രതികാരം ചെയ്യുകയായിരുന്നു. ജീവൻ രക്ഷാ പരിപാടി എന്ന പേരിൽ ജീവൻ തകർക്കലാണ് നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗവർണറുടെ നിലപാടുകളോടുള്ള യോജിപ്പും വിയോജിപ്പും വിഷയാധിഷ്ഠമാണെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. ഗവർണറോട് ചില കാര്യങ്ങളിലുള്ള യോജിപ്പ് താൻ പറയുന്നത് വ്യക്തി എന്നുള്ള നിലയിലാണ്. കേരള ഗവർണറെ തീരുമാനിക്കുന്ന തന്റെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലല്ല. വാസവൻ തനിക്കെതിരെ പറഞ്ഞതിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ രംഗത്ത് പൂക്കോട്ട് വെറ്റിനറി സർവകലാശാലയിലെ സംഭവത്തിൽ ഗവർണർ സ്വീകരിച്ച നിലപാടുകൾ സ്വാഗതാർഹമാണെന്നും തിരുവഞ്ചൂർ ആവർത്തിച്ചു. നമുക്കിവിടെ ഇരുന്ന് കത്തയച്ച ഗവർണറെ വെക്കാൻ പറ്റുമോ? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിക്കും, രാഷ്ട്രപതി തീരുമാനിക്കും. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗവർണർ വരും. ഗവർണർ വന്നു കഴിഞ്ഞാൽ ഗവർണർ ഒരു ഗവർണറുടെ പൊസിഷനിൽ നിന്ന് പ്രവർത്തിക്കണം. അതിനേക്കാൾ അപ്പുറം ഇപ്പുറം പോകണമെന്ന് നമ്മൾ പറയുന്നില്ല. ആ പൊസിഷൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ വിലയിരുത്തുന്നത് വിഷയാധിഷ്ഠിതമാണ്. അവരൊരു പ്രശ്നത്തെ സംബന്ധിച്ച് അവരെടുക്കുന്ന നിലപാടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇവിടെ പൂക്കോട് കോളേജിൽ, ആ കോളേജിൽ സിദ്ധാർത്ഥനെ കൊന്നില്ലേ? ആ കൊലപാതകത്തെ സംബന്ധിച്ച് ഗവർണർ എടുത്ത നിലപാടെന്താ? ആ നിലപാടിനോട് ആരാ വിയോജിക്കുന്നത്? ആ നിലപാടെടുത്തു എന്ന് മാത്രമല്ല, താൽക്കാലികമായി ചാർജ് ഉണ്ടായിരുന്ന വൈസ് ചാൻസലറെ സ്ഥാനത്തൊന്നും മാറ്റിയില്ലേ? അവിടുത്തെ ഡീനിനെതിരായി നടപടി വന്നില്ലേ? ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയില്ലേ? അപ്പം ഞാൻ പറയുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തത് ഇന്ത്യ ഗവൺമെൻറ്റും BJP ഗവൺമെൻറ്റാണ്. അതിനൊന്നും തർക്കമൊന്നുമില്ല. കോട്ട് കുറഞ്ഞതിനെക്കുറിച്ച് എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ. BN വാസവൻ കഴിഞ്ഞ പ്രാവശ്യം 9,000-ലധികം 12,000 വോട്ടിന് ജയിച്ചതല്ലേ? ഇപ്രാവശ്യം അവിടെ നിന്ന് അദ്ദേഹത്തിന് ആ വോട്ടുകളെല്ലാം പിടിച്ച് അവരുടെ സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ പറ്റിയോ? എന്ത് പറ്റിയതാ? BJPക്ക് വോട്ട് കൂടുകയും ചെയ്തല്ലോ. എവിടുന്ന വോട്ട് ചോർന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ ഞാൻ ഏറ്റുമാനൂർ മണ്ഡലം മാത്രം എടുത്തു വെച്ചത്, ലോകം മുഴുവനൊന്നും പരതി പിടിക്കണ്ട. ഏറ്റുമാനൂർ മണ്ഡലം മാത്രം എടുത്തു വെച്ച് ആ വോട്ട് എവിടെ പോയി? എവിടെ പോയതാ? വാസവന്റെ കൊട്ടയിൽ കടന്നിരുന്ന വോട്ടുകളെല്ലാം പോയല്ലോ, അടപടലെ പോയല്ലോ. എന്നിട്ട് നേരം വെളുത്ത് ഇതൊന്നും അറിയാത്ത മാതിരി മുഖവും കഴുകി ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയാണ്? ഇതൊക്കെ പറഞ്ഞാലും ഞാൻ വാസവനെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യില്ല. വ്യക്തിപരമായ നിലപാടല്ലോ, ഞാൻ വിഷയാധിഷ്ഠിതമായി കാണുന്നു എന്നാണ് പറഞ്ഞത്. വ്യക്തിയാധിഷ്ഠിതമല്ല, വിഷയാധിഷ്ഠിതമാണ്. അതൊക്കെ ഞാൻ തീരുമാനിക്കുന്നതല്ല. അത് ഞാനത് പറഞ്ഞാൽ അത് എന്നോട് ചോദിക്കുമ്പോൾ എന്നെ കുറിച്ചുള്ള ധാരണ എന്താണ്? ഞാനതിനെന്ത് മറുപടി പറയും? എല്ലാം തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ. 7,990 രൂപയുടെ ഒരു ബെഡ്, കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് 5 ഇയർ വാറന്റിയോട് കൂടി. 8,900 രൂപയ്ക്ക് 3 ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ 6,900 രൂപയ്ക്ക് 2 ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ. കിട്ടിലൻ ക്വാളിറ്റിയിൽ. ഇതൊന്നും കൂടാതെ 3 ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ 2 ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബെഡ്റൂം സെറ്റ് ഔട്ടിനായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൂടെ കിട്ടും. ഫാമിലി പർച്ചേസിന് 5,000 രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ്. കൂടാതെ വെറും 12,000 രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ്. എവിടെയെങ്കിലും കിട്ടും. അത് നല്ല കിട്ടിലൻ ക്വാളിറ്റി ആൻഡ് കിട്ടിലൻ ഡിസൈൻസിൽ അവൈലബിൾ ആണ്. ബെഡ് മേടിക്കുമ്പോൾ 50% ഓഫ് ആണ്. പില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. മെമ്മറി ഫോം, ലാറ്റക്സ്, സ്പ്രിംഗ് ബെഡ്, ഓർത്തോ, മെഡിക്കെയർ അങ്ങനെ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ചെയറിന്റെ 1 ശേഖരം ഇവിടെ ഉണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് വരുന്ന രീതിയിലുള്ള സ്പൈനൽ ചെയേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. 3,500 രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ 10,400 ലാറ്റക്സ് ബെഡ് ഫ്രീ ആണ് കേട്ടോ. എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സും ഇവിടെ കിട്ടും. നിലമ്പൂർ തേക്കിൽ പണിത ഫർണിച്ചേഴ്സും ഇവിടെ ലഭ്യമാണ് കേട്ടോ. പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ്. EMI അവൈലബിൾ ആണ്. ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പൊ ലൊക്കേഷൻ മറക്കേണ്ട, തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ.